ഹായ് ഫ്രണ്ട്സ്, ടെക് മൈ മല്ലു ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് 482 വിസ എങ്ങനെ ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ 482 വിസ മാത്രമല്ല, ഇപ്പോൾ ഓസ്ട്രേലിയയിലോട്ട് ഉള്ള മിക്ക വിസകളും ഏകദേശം ഈ രീതിയിൽ തന്നെ ആയിരിക്കും ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ട് ഈ 482 വിസ ഫില്ല് ചെയ്യുന്നത് ജസ്റ്റ് നോക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. 482 വിസ ഫില്ല് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ ഇമെയിൽ അക്കൗണ്ടിൽ പോയിട്ട് അതിൻ്റെ അകത്ത് മൈ സർവീസസ് എന്നുള്ളതിൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൺലൈൻ സർവീസസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 482 ടെമ്പററി സ്കിൽ ഷോർട്ടേജ് വിസ എന്നുള്ള ഓപ്ഷൻ കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് അതിൻ്റെ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അതിൽ ടിക്ക് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ആപ്ലിക്കേഷൻ കണ്ടസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ നിങ്ങളുടെ കറണ്ട് ലൊക്കേഷന് പിന്നെ അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഭാഗങ്ങൾ മാത്രമാണ് പറയുന്നത്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നോക്കി തന്നെ ചെയ്യാവുന്നതുള്ളൂ. മാക്സിമം ഇതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന 22 പേജസാണ്, അത്രയും നമ്മൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇടയ്ക്ക് ചില കാര്യങ്ങൾ ഇച്ചിരി കൺഫ്യൂസിങ് ആണ്, കാരണം ഞങ്ങൾ ചെയ്തപ്പോഴും ഇച്ചിരി കൺഫ്യൂസിങ് ആയി തോന്നിയിരുന്നു. അപ്പോൾ ആ കാര്യങ്ങൾ ഞാൻ കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാവുന്നേ ഉള്ളൂ. ഇതിൽ അവരുടെ ലീഗൽ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ എന്ത് വിസയാന്നുള്ളതൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുക. പിന്നെ അവരുടെ കറണ്ട് ലൊക്കേഷൻ ഇൻക്ലൂഡിങ് ദ എൻഡ് ഡേറ്റ് ഓഫ് ദ ഇയർ കറണ്ട് വിസ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളിപ്പോൾ UK എന്നൊക്കെയാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ BRP കാർഡ് എന്നാണ് എക്സ്പയർ ആകുന്നത്, അതിൻ്റെ ടൈം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഡേറ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക. പിന്നെ ചോദിക്കുന്ന സ്കിൽ അസസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ് കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞാൽ അതിപ്പോൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ്. കാരണം 482 വിസയ്ക്ക് സ്കിൽ അസസ്മെൻറ്റ് ചെയ്യണമെന്നുള്ള ഒരു ഇതില്ല, നിർബന്ധമില്ല. ഇപ്പം ബാക്കിയുള്ള ചില വിസകൾക്കൊക്കെ 491 പോലുള്ള വിസകൾക്കൊക്കെ ഈ സ്കിൽ അസസ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഇതിന് അത് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നോ എന്ന് പറഞ്ഞിട്ട് തന്നെ പോകാവുന്നതാണ്. ഈ പേജിൽ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുക. മാക്സിമം എല്ലാം തെറ്റാതെ തന്നെ കറക്റ്റായിട്ട് തന്നെ എൻട്രി ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ പേജിൻ്റെ താഴെയായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഓസ്ട്രേലിയൻ വിസ ഗ്രാൻഡ് നമ്പർ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ടെങ്കിൽ എൻട്രി ചെയ്ത് കൊടുക്കുക. പിന്നെ നാഷണൽ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുള്ളത് എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ യെസ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു കോളം ഓപ്പൺ ആകുന്ന കാണാം, ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആകുന്ന കാണാൻ സാധിക്കും. അപ്പോൾ ആ പേജിൽ അതിൻ്റെ അകത്തുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ എൻട്രി ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അത് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഹെൽത്ത് എക്സാമിനേഷൻ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ മിക്കവരും ഹെൽത്ത് എക്സാമിനേഷൻ ചെയ്തിട്ടായിരിക്കും വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പിന്നെ നിങ്ങളുടെ HAP ഐഡിയുടെ നമ്പറും ഇതിൻ്റെ അകത്ത് കൊടുക്കേണ്ടതാണ്. അടുത്ത പേജിൽ ക്രിട്ടിക്കൽ ഡാറ്റ കൺഫർമേഷനാണ്. ഇപ്പോൾ നിങ്ങൾ കൊടുത്ത ഡാറ്റ കറക്റ്റാണ് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ യെസ് ആണെങ്കിൽ യെസ് അടിക്കുക. അതിനുശേഷം നെക്സ്റ്റ് പേജിലോട്ട് പോവുക. അടുത്ത പേജിൽ വിസ സ്ട്രീം ആൻഡ് നോമിനേറ്റഡ് പൊസിഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കാൻ വേണ്ടി ശ്രമിക്കുക.
അടുത്തായിട്ട് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ നെയിം ഡീറ്റെയിൽസൊക്കെ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾ സിംഗിളായിട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് എൻട്രി ചെയ്യേണ്ടതായിട്ടില്ല. പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിക്കുമ്പോൾ നിങ്ങളുടെ കൺട്രി ഓഫ് റെസിഡൻസ്, നിങ്ങൾ ഏത് കൺട്രിയിലാണോ ഉള്ളത് ആ കൺട്രിയിലെ നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കുക. ഇപ്പോൾ നിങ്ങളുടെ പോസ്റ്റൽ അഡ്രസ്സ്, ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ അഡ്രസ്സ് കൊടുത്തെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല. കാരണം വിസ മിക്കവാറും വരുന്നത് നിങ്ങളുടെ മെയിൽ ഐ ഡിയിലോട്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം വിസ അങ്ങോട്ടേക്ക് അയച്ച് തന്നാൽ എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് നിങ്ങൾ വറി ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പം നെക്സ്റ്റ് പേര് ചോദിക്കുന്നത് ഇതിൻ്റെ അകത്ത് ഓതറൈസ്ഡ് റെസിപ്പിയൻ്റ് ആരാന്നുള്ളതാണ്. അപ്പം അതിപ്പം നിങ്ങൾ തന്നെ വേറെ ആൾക്കാരൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെയിൽ ഐ ഡി അവിടെ എൻട്രി ചെയ്യാനുള്ളൊരു ഓപ്ഷൻ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്തായിട്ടാണ് നിങ്ങളുടെ വിസ ഒക്കെ വരുന്നത്. നെക്സ്റ്റ് പേജിൽ നിങ്ങൾ എൻട്രി ചെയ്യേണ്ടത് നിങ്ങൾ ട്രാവൽ ഹിസ്റ്ററിയാണ്. ആ ട്രാവൽ ഹിസ്റ്ററി എൻട്രി ചെയ്യുമ്പോൾ നിങ്ങൾ പാസ്പോർട്ട് എടുത്ത് വെച്ചിട്ട് വേണം എൻട്രി ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം അതിൻ്റെ അകത്ത് എക്സിറ്റും നിങ്ങൾ വന്ന ഡേറ്റും പിന്നെ എക്സിറ്റ് ആയ ഡേറ്റും ഒക്കെ ഉണ്ടാവും വേറെ വേറെ കൺട്രികളിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ. അപ്പം ബെറ്റർ അത് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുന്നതന്നെയാണ് നല്ലത്. നിങ്ങളിപ്പോൾ അതിൻ്റെ അകത്ത് ഡീറ്റെയിൽസ് എൻട്രി ചെയ്യാൻ വേണ്ടി ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് സാധിക്കും. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അവിടുത്തെ നിങ്ങൾ ഏതൊക്കെ കൺട്രിയിലാണോ പോയിട്ടുള്ളത് ആ കൺട്രിയിലെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ എൻട്രി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ അഥവാ ലൈസൻസ് ഒക്കെയാണ്. അതിപ്പോൾ നിങ്ങൾക്ക് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഓൾറെഡി ഉണ്ടായിരിക്കും. അപ്പോൾ ആ രജിസ്ട്രേഷൻ നിങ്ങൾക്ക് ആഫ്റ്റർ രജിസ്ട്രേഷൻ ഉണ്ടെന്നുള്ളത് നിങ്ങളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അഥവാ രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ ഇതിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ പിന്നെ ചോദിക്കുന്നത് നിങ്ങളുടെ സ്കിൽ അസസ്മെൻ്റാണ്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ സ്കിൽ അസസ്മെൻ്റാണ്. ഇപ്പം നിങ്ങൾ സ്കിൽ അസസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യെസ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കാവുന്നതാണ്, ഇല്ലെങ്കിൽ നോ കൊടുക്കാവുന്നതാണ്. പിന്നെ നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി അതിൻ്റെ അകത്ത് എൻട്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ബാച്ചിലർ ഡിഗ്രി 10th +2 ഒക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക.
ഇപ്പോൾ എഡ്യൂക്കേഷൻ ലിസ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള കോളംസ് ഉണ്ടായിരിക്കും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ അവർ ചോദിക്കുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽസൊക്കെയാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് നിങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററിയാണ്. അപ്പോൾ നിങ്ങൾ എവിടെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ അതിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കറക്റ്റ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റുകളൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഡേറ്റുകളൊക്കെ എൻട്രി ചെയ്ത് തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ വരുന്നത് പേയ്മെൻറ്റ് ടു എംപ്ലോയർ ആണ്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് നിങ്ങളതിൽ യെസ് ആണെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യുക, നോ ആണെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു ആപ്ലിക്കേഷൻ വിഡ്രോവലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കിയിട്ട് എസ് ഓർ നോ ക്ലിക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ എസ് ഓർ നോ എന്ന് പറഞ്ഞിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ചിലതൊക്കെ നമുക്ക് ഇച്ചിരി കൺഫ്യൂഷനായിട്ട് തോന്നും. പക്ഷേ ഒന്ന് രണ്ട് വട്ടം വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അത് കറക്റ്റായിട്ട് വായിച്ച് നോക്കിയിട്ട് തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഡൗട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. ആ ക്വസ്റ്റ്യൻ കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കത് കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പം ഞങ്ങളത് എന്താണ് ചെയ്തതെന്നുള്ളതിൻ്റെ ഒരു റിപ്ലൈ നിങ്ങൾക്ക് കമൻറ്റായിട്ട് തന്നെ ഇടുന്നതാണ്. കാരണം ഇതിൽ ഒത്തിരി കാര്യങ്ങൾ ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാം എടുത്തെടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നത് കൊണ്ട്. അപ്പം എനിക്കൊന്നും ഇതിലെ മിക്ക കാര്യങ്ങളും അത്യാവശ്യം വായിച്ചാൽ മനസ്സിലാകുന്നതാണ്. പിന്നെ ചെറിയ ക്വസ്റ്റ്യൻസൊക്കെ ഇച്ചിരി കൺഫ്യൂസ് ആയിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും കമൻറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഒത്തിരി എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഹെൽത്ത് ഡിക്ലറേഷൻ. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കണം. ചിലപ്പോൾ നിങ്ങളൊരു എന്തെങ്കിലും ഒരു ബൈ മിസ്റ്റേക്കിൽ എസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വിസ വരുന്നതിന് ഒത്തിരി ഡിലേ ആകും. പിന്നീട് നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. ഇതിൻ്റെ അകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസിൽ ഞങ്ങൾ യെസ് ഓർ നോ എന്നൊക്കെ പറഞ്ഞിട്ട് ടിക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കറക്റ്റാണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് തന്നെ ചെയ്യരുത്. മാക്സിമം വായിച്ച് നോക്കിയിട്ട് തന്നെ ചെയ്യാവുള്ളൂ. കാരണം ഇത് ജസ്റ്റ് ഒരു ഡെമോയ്ക്ക് വേണ്ടിയിട്ട് നമ്മളത് ചെയ്ത് കാണിക്കുന്നതാണ്. അപ്പം നിങ്ങളത് തന്നെ ജസ്റ്റ് ഒന്നും നോക്കാണ്ട് നിങ്ങളത് ക്ലിക്ക് ചെയ്തിട്ട് നാളെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവും. അതേപോലെ തന്നെ നെക്സ്റ്റ് പേജിൽ ക്യാരക്ടർ ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് കുറേ എസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതും കറക്റ്റായിട്ട് തന്നെ വായിച്ച് നോക്കുക. എന്നിട്ട് വേണം നിങ്ങൾ അത് ടിക്ക് ചെയ്തിട്ട് കൊടുക്കാനായിട്ട്. അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നിങ്ങൾക്ക് ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പേജാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണോ ഉള്ളത് അതൊക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അപ്ലോഡ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു വീഡിയോ ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള
അത്യാവശ്യം നല്ല ഡോക്യുമെൻറ്റ്സ് യൂസ്ഫുൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ വിസ പ്രോസസ്സിങ്ങിനെ കുറച്ചുകൂടെ സ്പീഡാക്കും. അപ്പം നിങ്ങൾ അതെല്ലാം നോക്കിയിട്ട് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ അത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഫോട്ടോയൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിന് അവർ കുറച്ച് പറയുന്ന ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് നോക്കിയിട്ട് തന്നെ നിങ്ങൾക്ക് തന്നെ ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ അപ്ലോഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെല്ലാം കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതെല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ എത്ര എമൗണ്ട് ആയി എന്നുള്ളത് അതിൽ കാണിക്കുന്നതാണ്. അപ്പം ഞങ്ങൾക്ക് എത്ര എമൗണ്ട് ആയി എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഇതിൻ്റെ അകത്ത് ഒന്ന് കാണിക്കാം. ഞങ്ങളിപ്പം 3 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത് വിസയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് ടോട്ടൽ എത്ര എമൗണ്ട് ആയി എന്നുള്ളത് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് അടിച്ചിട്ട് പേ ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് ഓൺലൈനായിട്ട് 482 വിസ ഫില്ല് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.